ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഇത് കണക്കത്തെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ പോകുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ 2 ടൈപ്പ് മുത്ത്, അത് കഴിഞ്ഞിട്ട് വലിയുന്ന നൂല്, എന്നിട്ട് നമുക്ക് വേണ്ടത് വേണമെങ്കിൽ മതി ഇങ്ങനത്തെ ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള മുത്തുകൾ. അപ്പോൾ ആദ്യം നമുക്ക് കൈയുടെ അളവനുസരിച്ച് നൂല് മുറിക്കണം, പിന്നെ കത്രികയും വേണം. ആദ്യം ഈ കൈയുടെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് നീളം കൂടിയാലും കുഴപ്പമില്ല, ഇതിവിടെ മുറിക്കാം. ഇനി അറ്റത്ത് കെട്ടിയിടണം, അല്ലെങ്കിൽ മുത്തിടുന്തോറും മുട്ട് താഴേക്ക് പോകും. ഒരു കുടുക്ക്, രണ്ടാമത്തെ കുടുക്ക്, 2 കുടുക്കിട്ടതിന് ശേഷം ഇഷ്ടമുള്ള ഡിസൈൻ. പക്ഷെ ആദ്യം ഞാൻ കുറച്ച് വെള്ള മുട്ട ഇടാൻ പോകുന്നു. ഇവിടെ ഈ സൈഡ് കുറച്ചിട്ടിട്ട് ഞാൻ ആദ്യം കുറച്ച് മുത്ത് ആ കുടുക്കിട്ടില്ലായിരുന്നെങ്കിൽ മുത്ത് താഴേക്ക് പോയായിരുന്നു. ഒരു 5 മുത്ത് ഇട്ടതിന് ശേഷം ആദ്യത്തെ വാക്ക് കൊടുക്കുക. ഞാൻ ആദ്യത്തെ വാക്കിന് ജോയ് എന്നാണ് കൊടുത്തത്. ആദ്യത്തെ വാക്ക് കൊടുത്തു ജോയ്. ഇനി അടുത്തത് 2 വെള്ളം മുത്തിട്ട് കൊടുക്കാം. ഒന്നും കൂടെ രണ്ട് മുത്തിട്ടതിന് ശേഷം ഇങ്ങനെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതും കൂടെ ഇട്ടതിന് ശേഷം ഇട്ടിട്ട് ഈസ് കുഞ്ഞ് ലെറ്റർ ആയതുകൊണ്ട് 1 മുത്ത് മതി. അത് കഴിഞ്ഞിട്ട് വെരി ഇനി 2 വെള്ളമുത്ത്, സ്ഥലം തികയുവാണെങ്കിൽ അല്ലാത്ത കുറച്ച് മുത്ത് കൊടുക്കാം. പിന്നെ ഗുഡ്, ജോയ് ഈസ് വെരി ഗുഡ്. ഓക്കെ, ജോയ്സ് വെരി ഗുഡ് ഇത്രയായി. അതിനുശേഷം നമുക്ക് ഇവിടെ 5 മുത്തല്ല ഇട്ട്, ഇവിടെ 5 മുത്തും കൂടി ഇട്ട് നോക്കാം. എന്നിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ 5 മാറ്റി 3 ആക്കിയിട്ട് വേറെ മുത്തിടാം. അല്ലെങ്കിൽ കെട്ടിയിട്ടിട്ട് ഇത് കെട്ടി കയ്യിലിടാം. 3 4 5 ഇനി ചെയ്യേണ്ടത് ഇവിടെ ഒരു ലൂസായിട്ടുള്ളൊരു കെട്ടിട്ടാൽ മതി. ഒരു ലൂസായിട്ടുള്ള കെട്ടിട്ടിട്ട് അളന്ന് നോക്കണം, അളവ് കറക്റ്റാണ്. ഇത് കറക്റ്റാ, പക്ഷെ
2 മുത്തും കൂടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പം പൊട്ടും. രണ്ടും കൂടെ ചേർത്ത് കെട്ടാനും സ്ഥലം വേണം, അല്ലെങ്കിൽ ഇത് വേറെ നൂലെടുക്കേണ്ടി വരും. 2 മുത്തും കൂടെ ഇട്ട് കൊടുക്കാം. 1 ഒരേ അളവാവണമെങ്കിൽ ഇവിടെ കെട്ടിയിട്ട് ഇപ്പുറത്തോട്ടിടാം, പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഇടുക. ഓക്കെ, ഇനി ടൈറ്റായിട്ടുള്ളൊരു കെട്ട് കെട്ടണം. നല്ല ടൈറ്റ് 2 കുടുക്ക് ഇട്ടിട്ട് 2 കൂടെ ചേർത്ത് കെട്ടണം. 1 കുടുക്കിട്ട് 2 ഇടുക. എന്താണെന്ന് വെച്ചാൽ മുത്തിൻ്റെ വലിയ കൂട്ടയാണ്, മുത്തകത്തൂടെ പോകും. ഓക്കെ, ഇങ്ങനെയായി. ഇപ്പം കറക്റ്റ് അളവാണ്, കാരണം നമ്മൾ നേരത്തെ വെച്ച് നോക്കിയതാണ്. ഇനി ചെയ്യേണ്ടത് ഇവിടെ ചെറിയ വള്ളിയ, ഇവിടെ വലിയ വള്ളിയ. അങ്ങനെ വരുവാണെങ്കിൽ ഈ മുത്ത് വലിയുന്നില്ലേ, ഈ ഇച്ചിരി വലിച്ചിട്ട് ഇതിൻ്റെ അകത്തൂടെ ഒരു കെട്ടിടാം. എന്നിട്ട് ഇവിടെ കുറച്ച് കെട്ടിട്ട് ടൈറ്റ് ആവും തോന്നുമ്പോൾ നമുക്ക് കയ്യിലിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതോ കയ്യിലിടണ്ടെങ്കിൽ വലിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ചിലപ്പോൾ വലിച്ചാൽ വിട്ടു പോകുവാണെങ്കിൽ കുഴപ്പമില്ല, ഒന്നും കൂടെ കെട്ടാം. ഇനി വലിച്ചു നോക്കാം. വേണമെങ്കിൽ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം, അഥവാ ഒരു എക്സ്ട്രാ കെട്ട്. ഓക്കെ, അതിട്ട് ഇനി വലിച്ചു നോക്കാം. ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നീളത്തിൽ എക്സ്ട്രാ വന്ന നൂലൊന്ന് വെട്ടിക്കളയാം. പിന്നെ ഓക്കെ, അങ്ങനെ നമുക്കൊരു ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കയ്യിലിട്ട് നോക്കാം. ഓക്കെ, കറക്റ്റ് അളവാ. ഇത്ര ഉള്ള ബ്രേസ്ലെറ്റ് ഉണ്ടാക്കും. ടാറ്റാ. വെക്കേഷൻ ടൈമിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ടാറ്റാ.